ജനുവരി മാസം 15-ാം തീയതി ഈ നല്ല ദിവസം നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അർപ്പിക്കുന്നു. ഇന്ന് നമ്മുടെ ധ്യാനത്തിനായി നാം എടുത്തിരിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 15-ാമത്തെ അധ്യായമാണ്. പഴയ നിയമത്തിലെ അതിപ്രധാനമായ അധ്യായങ്ങളിൽ ഒന്നാണ് ഈ 15-ാമത്തെ അധ്യായമെന്ന് ഞാൻ പറയട്ടെ. വിശ്വസിച്ചു നീതീകരിക്കപ്പെട്ടു എന്ന പ്രസ്താവന ആദ്യമായി ഈ അധ്യായത്തിലാണ് വരുന്നത്. 15-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യത്തിലാണ് ആ പ്രസ്താവന നമുക്കുള്ളത്. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അതവനെ നീതിയായി കണക്കിട്ടു. കഴിഞ്ഞ അധ്യായത്തിൽ കഴിഞ്ഞ ദിവസം നാം പറഞ്ഞത് ദൈവത്തിന് മഹാപുരോഹിതനായി മെൽക്കിസേദെക്ക് അപ്പവീഞ്ഞുകൾ കൊണ്ടുവന്ന് അബ്രഹാമിന് നൽകി. ഒരുപക്ഷെ കർത്താവായ യേശു ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള സത്യങ്ങൾ ദൈവത്തിന് മഹാപുരോഹിതൻ അബ്രഹാമിനോട് പറഞ്ഞു കാണും. അബ്രഹാം അത് വിശ്വസിച്ചു, അതാണ് അവന് നീതിയായി കണക്കിട്ടത്. അപ്പോൾ ദൈവത്തിന് മഹാപുരോഹിതനായിരിക്കുന്ന മെൽക്കിസേദെക്ക് പ്രസംഗിച്ച സുവിശേഷമാണ് അബ്രഹാം വിശ്വസിച്ചത്. എന്നാൽ ഈ അധ്യായത്തിൽ സന്തതിയെക്കുറിച്ചുള്ള പ്രഖ്യാപനം വളരെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. ഞാൻ അതേക്കുറിച്ചൊരു വാക്ക് പറയട്ടെ. നിൻ്റെ സന്തതി അനുഗ്രഹിക്കപ്പെടുമെന്നാണ്. നിൻ്റെ സന്തതിയിലൂടെ ലോകത്തിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്നാണ് പറഞ്ഞത്. അബ്രഹാമിൻ്റെ മക്കളായി അല്ലെങ്കിൽ അബ്രഹാമിൽ നിന്ന് വരുന്നതായിരിക്കുന്ന യഹൂദന്മാരെ ഇസ്രായേൽ മക്കൾ മാത്രം അനുഗ്രഹിക്കപ്പെടുമെന്നല്ല പറഞ്ഞത്. സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും, ലോകത്തുള്ള സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. അതൊരു വലിയ പ്രസ്താവനയാണ്. സകല ജാതികളും. നമ്മൾ ഇന്ത്യക്കാരായിരിക്കും, നമ്മളാരും യഹൂദന്മാരല്ല, യഹൂദന്മാരോട് യാതൊരു ബന്ധമുള്ളവരല്ല. പക്ഷേ നമ്മൾ അബ്രഹാമിൻ്റെ സന്തതിയായി വന്ന കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നാം എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടു. ഇവിടെ സന്തതികൾ എന്നല്ല, സന്തതി എന്ന ഏകനെക്കുറിച്ചാണ് പറഞ്ഞത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ചാണ് എന്ന ഗലാത്യ ലേഖനത്തിൽ നാം വായിക്കുന്നുണ്ട്. അപ്പോൾ അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു എന്ന് പറയുമ്പോൾ ദൈവം അയക്കാൻ പോകുന്ന രക്ഷിതാവായിരിക്കുന്ന യേശു ക്രിസ്തുവിൽ അബ്രഹാം വിശ്വസിച്ചു എന്നാണ്. അബ്രഹാമിൻ്റെ വിശ്വാസം നമ്മുടെ വിശ്വാസവുമായിട്ട് എത്രത്തോളം നമുക്കതിനെ തുല്യം ചെയ്യാം എന്നൊക്കെ ആൾ പറയുന്നുണ്ട്. നാം ഇന്ന് രക്ഷയ്ക്ക് വേണ്ടി വിശ്വസിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ മനുഷ്യനായി വന്നു, 33 തിരുവർഷങ്ങൾ ജീവിച്ചു, മനുഷ്യവർഗത്തിൻ്റെ പാപത്തെ ഏറ്റെടുത്തുകൊണ്ട് കാൽവരി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. അത്രയും സത്യമാണ് നാം വിശ്വസിക്കുന്നത്. അത്രയും സത്യങ്ങൾ അബ്രഹാം വിശ്വസിച്ചിരുന്നു എന്നൊക്കെയുള്ള ചോദ്യം നല്ല ചോദ്യമാണ്. അപ്പോൾ അതേക്കുറിച്ച് ഞാൻ പറയുന്നത് വിശ്വാസത്തിൻ്റെ ആത്മനിഷ്ഠമായിരിക്കുന്ന അളവല്ല, വസ്തുനിഷ്ഠമായിരിക്കുന്ന യാഥാർത്ഥ്യമാണ് രക്ഷയ്ക്ക് ആധാരമായിരിക്കുന്നത്. ഞാൻ ഒന്നുകൂടെ പറയട്ടെ. വിശ്വാസത്തിൻ്റെ ആത്മനിഷ്ഠമായിരിക്കുന്ന അളവല്ല എന്ന് പറഞ്ഞാൽ എത്രത്തോളം ഞാൻ വിശ്വസിച്ചു എന്നുള്ളതല്ല, വസ്തുനിഷ്ഠമായ യാഥാർത്ഥ്യം എന്ത് ഞാൻ വിശ്വസിച്ചു എന്നുള്ളതാണ് രക്ഷയ്ക്ക് ആധാരമായിരിക്കുന്നത്. കർത്താവിൻ പലപ്പോഴും പറഞ്ഞു കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ, കടുകുമണിയോളം ശരിയായ വിശ്വാസമുണ്ടെങ്കിൽ എന്നാണ്. നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അളവ് കടുകുമണിയോടെ ഉള്ളെങ്കിലും അത് ശരിയായ വിശ്വാസമാണെങ്കിൽ ആ വിശ്വാസം ദൈവം മാനിക്കും. അബ്രഹാമിൻ്റെ വിശ്വാസം ഒരുപക്ഷെ കടുകുമണിയോളം ഉള്ള വിശ്വാസമായിരുന്നു, പക്ഷേ ശരിയായ വിശ്വാസമായിരുന്നു. നിൻ്റെ സന്തതി ലോകത്തിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുമെന്ന് ദൈവം പറഞ്ഞപ്പോൾ ആ സന്തതി എന്ന് പറയുന്നവൻ കർത്താവായ യേശു ക്രിസ്തു ആണ് എന്ന് അബ്രഹാം പൂർണ്ണമായി അറിഞ്ഞിരുന്നുവോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. അത് കർത്താവായ യേശു ക്രിസ്തു ആണെന്ന് അറിഞ്ഞില്ലയോ? പക്ഷേ ഒരു കാര്യം അറിഞ്ഞിരിക്കണം. മെൽക്കിസേദെക്ക് പറഞ്ഞപ്പോൾ നിൻ്റെ സന്തതിയായി ലോകത്തിൻ്റെ രക്ഷിതാവ് വരും. ആ രക്ഷിതാവിൽ നീ വിശ്വസിച്ചാൽ, ആ രക്ഷിതാവിലുള്ള വിശ്വാസത്താലാണ് ആളുകൾ രക്ഷിക്കപ്പെടുന്നത്. അബ്രഹാം പറഞ്ഞു നല്ല കാര്യം, എൻ്റെ സന്തതിയായി വരുന്ന രക്ഷിതാവിൽ ഞാൻ വിശ്വസിക്കുന്നു, അതവന് നീതിയായി കണക്കിട്ടു. എൻ്റെ പ്രിയമുള്ളവരെ, വിശ്വാസത്തിൻ്റെ അളവല്ല, എന്ത് ആഴമുള്ള വിശ്വാസം, എന്ത് കട്ടിയുള്ള വിശ്വാസം എന്നുള്ളതല്ല, വിശ്വാസം ശരിയാണോ എന്നുള്ളതാണ്. ആളുകൾ ഇങ്ങനെ പറയാറുണ്ട്, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിക്കും. അത് ബൈബിളിലെ വാക്യമല്ല. എന്തെങ്കിലും വിശ്വസിച്ചാൽ ഒന്നും രക്ഷ കിട്ടുകയില്ല. വിശ്വാസം യാഥാർത്ഥ്യമായിരിക്കണം. അത് ശരിയായിരിക്കണം. അത് ശരിയാകണമെങ്കിൽ അത് വചനപ്രകാരമായിരിക്കണം. ദൈവം പറഞ്ഞത് നാം വിശ്വസിക്കണം. ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, നിൻ്റെ സന്തതി, ആ സന്തതിയായി വരുന്നതിലൂടെ ലോകത്തിലെ സകലജാതികളും അനുഗ്രഹിക്കപ്പെടും. അബ്രഹാം പറഞ്ഞു ആമേൻ എന്ന് പറഞ്ഞു. ദൈവം പറഞ്ഞു ശരി, നീ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഇന്നും അങ്ങനെ തന്നെയാണ്. വിശ്വാസത്തിൻ്റെ വ്യക്തിപരമായിരിക്കുന്ന ഉള്ളടക്കത്തിൻ്റെ വലുപ്പത്തിലല്ല, വിശ്വാസത്തിൻ്റെ വസ്തുനിഷ്ഠമായിരിക്കുന്ന യാഥാർത്ഥ്യത്തിൻ്റെ സത്യസന്ധതയാണ് രക്ഷയ്ക്ക് മുഖാന്തരമായി തീരുന്നത്. ഇന്നും അങ്ങനെ തന്നെയാണ്. എൻ്റെ ദൈവമക്കളെ, നിങ്ങൾ എത്ര വലിയ വിശ്വാസമുള്ള ആളായാലും നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ ഉള്ളടക്കം ശരിയല്ലേ, നിങ്ങൾ രക്ഷിക്കപ്പെടാൻ പോകുന്നില്ല. ചില ആളുകൾ ഒത്തിരി വിശ്വാസമുള്ളവരാണ്, പക്ഷേ എന്തോ അവർ വിശ്വസിക്കുന്നത്
അവർ വിശ്വസിക്കും എൻ്റെ ദൈവം നല്ലവനാണ്, ഇത് പ്രാർത്ഥന കേൾക്കുന്നവൻ എന്ത് ചോദിച്ചാലും തരുന്നവനാണ്. അതൊക്കെ ശരിയാകട്ടോ. പക്ഷേ രക്ഷയ്ക്കുള്ള വിശ്വാസം അതൊന്നുമല്ല. ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തു നിങ്ങളുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി ഭൂമിയിൽ വന്ന് കാലുകളിലെ ക്രൂശിൽ മരിച്ചടക്കപ്പെട്ട് എഴുന്നേറ്റു. അത് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി മരിച്ച യേശു ക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. ആ വിശ്വാസമാണ് നിങ്ങൾക്ക് രക്ഷയ്ക്ക് കാരണമായി തീരുന്നത്. അബ്രഹാമിനെ രക്ഷിച്ച ആ വിശ്വാസമാണ്. അതുകൊണ്ട് നമ്മുടെ വിശ്വാസം യാഥാർത്ഥ്യമായിരിക്കട്ടെ. ഒബ്ജക്റ്റീവ് ഫെയ്ത്ത്, വസ്തുനിഷ്ഠമായിരിക്കുന്ന വിശ്വാസം. സബ്ജക്റ്റീവ് ഫെയ്ത്ത് ആഴമുള്ളതും ആഴമില്ലാത്തതും അതാകട്ടെ. ഒബ്ജക്റ്റീവ് ഫെയ്ത്താണ് സബ്ജക്റ്റീവ് ഫെയ്ത്തായി മാറേണ്ടത്. വസ്തുനിഷ്ഠ വിശ്വാസമാണ് ആത്മനിഷ്ഠ വിശ്വാസമായി മാറേണ്ടത്. ആത്മനിഷ്ഠ വിശ്വാസത്തിന് ഏറ്റക്കുറച്ചിൽ വന്നാൽ വസ്തുനിഷ്ഠ വിശ്വാസത്തിന് ഏറ്റക്കുറച്ചിൽ വരാൻ പാടില്ല. വിശ്വാസത്തിൻ്റെ ഉള്ളടക്കം ശരിയായിരിക്കണം. അത് നാം വിശ്വസിക്കണം. അതുകൊണ്ട് അബ്രഹാമിൻ്റെ മക്കളായിട്ട് തീരുവാൻ തക്കവണ്ണം അബ്രഹാം വസ്തുനിഷ്ഠമായി വിശ്വസിച്ചതുപോലെ വസ്തുനിഷ്ഠമായൊരു വിശ്വാസം കർത്താവായ യേശു ക്രിസ്തുവിൽ നമുക്കും അർപ്പിച്ച് നിത്യജീവന അവകാശികളായി തീരാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.